എപ്പോഴും മിക്കവാറും എനിക്ക് എല്ലാ ദിവസവും ഒരു കമൻറ്റ് ഒന്നോ അതിൽ കൂടുതൽ കമൻറ്റ് ചെയ്യാറുള്ള ഒരു ചേട്ടനുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിൻ്റെ വീഡിയോസ് കേട്ടിട്ട് ആരൊക്കെ തല്ലിപ്പിരിയുമെന്ന് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പം എനിക്കത് ചിരിയാണ് വന്നത്. കാരണം ഒരാൾ പറഞ്ഞാലുണ്ടെ അങ്ങ് തല്ലിപ്പിരിയാനിരിക്കുകയാണ് എല്ലാവരും. പിന്നെ അതൊരു രസകരമായൊരു കമൻ്റായിട്ട് എടുത്ത്. കാരണം നിങ്ങൾ ഏത് തരത്തിലുള്ള ബന്ധത്തിലാണ് ഈ വഴക്കുണ്ടാകുന്നത്, അത് നിങ്ങൾക്ക് പറ്റുന്നില്ല, നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തല്ലാതെ പിരിഞ്ഞു പോകുന്നത് തന്നെയാണ് നല്ലത്, അല്ലേ? നമുക്കൊറ്റ ജീവിതമേ ഉള്ളൂ. ആ ജീവിതം തുടക്കം തൊട്ടേ ഈ ബഹളം അതുവാണെങ്കിൽ നമുക്കത് പറ്റുന്നില്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കാം, ആരുടെയും സഹായമില്ലാതെ ജീവിക്കാം, ഒരു തൊഴിലുണ്ട്, ജീവിതാവസാനം വരെ അങ്ങനെ പോവാം എന്നൊക്കെ ഉള്ളവർക്ക് ഒറ്റത്തടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ല കുട്ടികളൊക്കെ ഉണ്ട്, കുട്ടികളുടെ ഭാവിയും മറ്റു കാര്യങ്ങളും ഓർത്തിരിക്കുന്നവരാണെങ്കിൽ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പക്ഷേ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് മാത്രം. കൈവിട്ട് പോകല്ലോ മനസ്സ് കൈവിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നിടത്തൊന്നും നിൽക്കില്ല ഒരു കാര്യങ്ങളും. അതുമില്ല ഇതും ഇല്ലാതാവും. അപ്പോൾ അത് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നവർക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. ഞാൻ പറഞ്ഞതൊന്നും ഒരിക്കലും ആരുടെയും ജീവിതത്തിൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമല്ല. അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ നല്ലതാണ്, എല്ലാം ക്ഷമിക്കാൻ. കാരണം സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവെ അവർക്ക് പക്വത കൂടുതലാണ്. അവർക്ക് അവരുടേതായ കാര്യങ്ങളെല്ലാം തനിയേ ചെയ്യാനായിട്ട് പ്രത്യേക ഒരു കഴിവുണ്ട്, A to Z കാര്യങ്ങൾ. പക്ഷേ പുരുഷന്മാരെ സംബന്ധിച്ച് ആ ഒരു കഴിവ് കുറവാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളൊന്നും അവർക്ക് അടുക്കം ചിട്ടയിലും ചെയ്യാൻ കഴിയുകയില്ല. അപ്പം ഒരു സ്ത്രീക്ക് തനിയെ ജീവിക്കുന്നതിലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ, നല്ലൊരു വരുമാനം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം പുതിയ തലമുറ എങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്? അവർക്ക് വിവാഹത്തെക്കുറിച്ചുള്ള ചിന്തയൊന്നുമില്ല. അവർക്ക് നല്ലൊരു ജീവിതം അതായത് നല്ലൊരു ജോലി വേണം, നല്ലൊരു വരുമാനം. ആ വരുമാനത്തിൽ നന്നായിട്ട് അടിച്ചു പൊളിച്ച് സുഖമായിട്ട് ജീവിക്കണം. അവർ സുഖത്തെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ആ ഒരു ജീവിതമാണ് മുന്നോട്ട്. വിവാഹം വേണമെന്ന് പോലുമില്ല ഇപ്പോഴത്തെ തലമുറയുടെ രീതി കണ്ടിട്ട്, അല്ലേ? കാരണം ജീവിതം ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട്. ഈ വഴക്കും ഇടിയും ബഹളമായിട്ടിരിക്കുന്നവരെല്ലാം മണ്ടന്മാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ. എല്ലാ കാര്യത്തിനും അഡ്ജസ്റ്റ് ചെയ്യുന്നവർക്ക് ഈ വഴക്കും ബഹളമൊക്കെ ഒന്ന് ഒഴിവാക്കാനും കൂടെ ചിന്തിച്ചുകൂടെ? ഒരു ജീവിതമുള്ളല്ലോ, ഇങ്ങനെ വെറുതെ വഴക്കിടുന്നത്? തെറ്റോ സംഭവിക്കാത്ത മനുഷ്യരാരുമില്ല. പാപം ചെയ്യാത്തവർ കല്ലെറിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും കല്ലെറിയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. എത്ര വലിയ പൊസിഷനിലിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും കല്ലെടുക്കാൻ പറ്റില്ല. കാരണം അവർ പാപം ചെയ്തിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതാണ് മനുഷ്യരുടെ അവസ്ഥ. അപ്പോൾ നമ്മളൊരാളെ എല്ലാ രീതിയിലും കുറ്റപ്പെടുത്തി മോശക്കാരനാക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക, അതിനുള്ള യോഗ്യത നമുക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അല്ലേ? അങ്ങനെ ചിന്തിക്കുമ്പോൾ അതെല്ലാവരും ചിന്തിക്കണം, ഒരാൾ മാത്രം ചിന്തിക്കരുത്. ആർക്കും ഒന്നും ഒരു പൂർണ്ണത എല്ലാ കാര്യത്തിലും ഉണ്ടാവില്ല. ആരെപ്പോഴും നമ്മളെ സഹായിക്കും എന്നും പറയാൻ പറ്റില്ല. ചില ആളുകളുണ്ട് അയൽബന്ധം വേണ്ട എന്നുള്ള രീതി, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, ഞങ്ങൾക്ക് അയലത്തുകാരെ ഒന്നും വേണ്ട എന്ന്. പക്ഷേ അത് തെറ്റാണ്. എപ്പോഴും അയലത്തുള്ള ശത്രുക്കൾ തന്നെയാണ് നമുക്ക് നല്ലത്. കാരണം അകലെയുള്ള ബന്ധുക്കളെ വിളിച്ച് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവർ വിളിച്ചിട്ട് വീട്ടിലേക്ക് എത്തുമ്പം വൈകും. പക്ഷെ അടുത്തുള്ളവർ ഒരൊച്ച കേട്ടാൽ ഓടി വരും. അവിടെ നമ്മൾ വഴക്കും ബഹളമൊന്നും അല്ല, എന്താ ആപത്തെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രദ്ധിക്കുക, അല്ലേ? അതുപോലെ ഉണ്ട്. എൻ്റെ വാക്കുകൾ കേട്ടിട്ട് ആരും അടിച്ച് പിരിഞ്ഞൊന്നും പോവല്ലേ. ഞാനൊരു സാധ്യത പറഞ്ഞതാണ്. കാരണം മനസ്സ് അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരാളെ കേട്ടുകൊണ്ടേയിരിക്കുന്നു, നമ്മളെ ഒരാളെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അനാവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അത് കേട്ട് നമ്മുടെ മനസ്സ് ഒരുപാട് വിഷമിക്കും. അപ്പം നമ്മളെ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ എല്ലാവരും നമുക്കെതിരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
താങ്ങാൻ പറ്റണമെന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞത്. ചിലർക്കത് പറ്റില്ല, അത് മെൻ്റലി ഭയങ്കര ഡൗണായി പോകും. അതൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ ആത്മഹത്യ എന്ന ചിന്തയിലേക്ക് കൂടുതലും പോകുന്നത്. എന്തിനീ ജീവിക്കുന്നത്? ആർക്ക് വേണ്ടി? കുട്ടികളുള്ളവർ വരെ ആത്മഹത്യ ചെയ്യുന്നില്ലേ? ചിലർ കുട്ടികളെ കൂടെ കൊല്ലുകയാണ്, എന്നിട്ട് ആത്മഹത്യ ചെയ്യും. അവർക്കറിയാം ഞാനില്ലാണ്ടായ എൻ്റെ മക്കളുടെ അവസ്ഥ ഇങ്ങനെയാവും എന്ന ആ ഒരു ബോധം അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. എന്തുവാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ അവർ അല്ലേ, അമ്മമാരാണ് എങ്കിൽ അവർ അല്ലേ നൊന്ത് പ്രസവിച്ച തൻ്റെ കുഞ്ഞുങ്ങളെ കൊല്ലുക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കി. അവരെന്തോരം സഹിച്ച് ക്ഷമിച്ചിട്ടാണ് സ്വന്തം മക്കളെ വരെ ഇല്ലാണ്ടാക്കാം, എന്നിട്ട് സ്വയം ഇല്ലാണ്ടാവാമെന്ന് കരുതുന്നത്. അപ്പോഴും അവരുടെ ഉള്ളിലുള്ളത് ആ സ്നേഹമാണ് അല്ലേ, മക്കളോടുള്ള ആ സ്നേഹമാണ് ആ കാണുന്നത്. ആ ഒരു സ്നേഹം ഇല്ലേ, ആ ഒരു കരുതൽ മറ്റാർക്കും ഇല്ല. എല്ലാവരും സ്വന്തം ജീവിതമാണ് കയ്യിലുള്ളത് എന്നുള്ള ചിന്തയോടുകൂടി ജീവിക്കണം. വഴക്കും ബഹളവും ഒക്കെ എല്ലാ വീട്ടിലുമുണ്ട്. നമ്മൾ ചിലയിടത്ത് നോക്കുക അവരുടെ വീട്ടിൽ ഒരു പ്രശ്നവും, പക്ഷേ അവരുടെ വീടിനകത്ത് എന്തുവാണ് നടക്കുന്നത് നമുക്കറിയില്ല. എല്ലാ വീട്ടിലും ഉണ്ട് വഴക്കും ബഹളവും, ചിലർ തല്ലും അടിപിടി ബഹളങ്ങളെല്ലാം നടക്കും. പക്ഷേ അത് ആ ഒറ്റ ദിവസം കൊണ്ട് തീർക്കണം. അങ്ങനെ തീർക്കുന്നതാണ് വിജയം എന്ന് പറയുന്നത്. അത് തീരാതിരിക്കുന്നത് ഒരു പരാജയമാണ്. തീർക്കണം, സംസാരിച്ച് തീർക്കണം, സംശയങ്ങൾ പറഞ്ഞ് തീർക്കണം. അതൊക്കെയാണ് ഒരു നല്ല മനുഷ്യരുടെ ലക്ഷണങ്ങൾ. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമുണ്ടോ, അവർ പറഞ്ഞ് തീർത്തിട്ട് വേണം ഒരു ദിവസം മറികടന്ന് പോവാൻ. അല്ലാതെ പിന്നെയും ബഹളം വെച്ചുകൊണ്ടിരുന്നാൽ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത്? എല്ലാം ഒരാൾ സഹിക്കണമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് മറക്കല്ലേ.